നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ടും അവളുമായി ചെങ്ങാത്തം കൂടാൻ പോയിരിക്കുന്നു. എന്താ അമ്മയുടെ നാവിറങ്ങിപ്പോയോ? നമ്മുടെ എല്ലാ ശത്രുക്കളെയും അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തി എന്തായിരുന്നു ഗൂഢാലോചന? ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ദുഷ്ടതര ആസൂത്രണം ചെയ്യുമായിരുന്നോ? എന്താടാ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? മനീഷ അനുകൂലിച്ച് എന്തെങ്കിലുമൊക്കെ പറ. അവളുടെ മനസ്സിലേക്ക് കയറി കൂടേണ്ടതല്ലേ നിനക്ക്? അമ്മായി, നമ്മുടെ മനീഷയെ തല്ലികളുമായി ഇങ്ങനൊരു രഹസ്യ കൂടിക്കാഴ്ച വേണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചോദിക്കുന്ന കേൾക്കുന്നില്ലേ നിന്റെ കാതില്? എന്നിട്ട് വാ തുറക്കാൻ നിൽക്കുന്ന എന്താ? ഒന്നും പറയാനില്ലേ നിനക്ക്? അതോ ഇവര് പറഞ്ഞതൊക്കെ സത്യമെന്നാണോ നിന്റെ ഈ മൗനത്തിന്റെ അർത്ഥം? ഇപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു കുറ്റവിചാരണ നടത്താൻ ഞാൻ എന്ത് മഹാ അപരാധമാണാവോ ചെയ്തത്? കേസ്, കോടതി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നടക്കുമ്പോ കാത്തോളണേന്ന് ദൈവത്തോട് പറയാൻ അമ്പലത്തിലൊന്നു പോയി. അവിടെ നിങ്ങളുടെ ചേട്ടനും അമ്മയും ഉണ്ടായിരുന്നു. അവർക്കെന്താ അമ്പലത്തിൽ പോകാൻ പാടില്ലേ? ശരി, അവിടെ വെച്ച് കണ്ടപ്പോ അവരോടൊരൽപ്പം വർത്തമാനം പറഞ്ഞു. കണ്ട മുഖം തിരിച്ചു നടക്കാൻ നിങ്ങളെയൊക്കെ പോലെ മനസ്സ് മരവിച്ചവളൊന്നും അല്ലല്ലോ ഞാൻ. അമ്പലത്തിൽ പോയാലേ തൊഴുതു പോരണം, അല്ലാതെ വല്ലവരുമായി നാട്ടുവർത്താനം പറഞ്ഞു നിൽക്കുകയല്ല വേണ്ട. അങ്ങനെ പറ മനീഷേ, അല്ലെങ്കിലും അവരോടൊക്കെ എന്താ ഇത്ര പറയാൻ? നാത്തൂനെ, അവിടെ ഉണ്ടായിരുന്നതേ വല്ലവരൊന്നും അല്ല, നിങ്ങളുടെ പെറ്റമ്മയാ. ആ അതവിടെ നിക്കട്ടെ. ആ വാട്ടർ ക്യാൻ കാര്യം കണ്ടതിനെ കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. വാട്ടർ ക്യാൻ കാരിയെ കുറിച്ച് ഞാൻ എന്ത് പറയണം? എന്തിനു പറയണം? ആ പെണ്ണും അവിടെ തൊഴാൻ വന്നു കാണുമായിരിക്കും. അത് എന്റെ കുറ്റാണോ? നിങ്ങൾ എല്ലാവരും കൂടി അത് എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യം എന്താ? ഞാൻ അവളെയോ അവൾ എന്നെയോ കണ്ടിട്ടില്ല, പോരെ? നോണ പറയണ്ടമ്മേ, അവളെ കാണാനാ നിങ്ങൾ അമ്പലത്തിൽ പോയെ. ഞാൻ ക്ഷേത്രത്തില് പ്രാർത്ഥിക്കാനാ പോയത്, അല്ലാതെ അവളെ കാണാനല്ല. ഞാൻ ആതിരയെ കണ്ടെന്നോ സംസാരിച്ചെന്നോ നിനക്കെങ്ങനെ അറിയാം? അതിനൊക്കെ സാക്ഷിയായിട്ട് നീ ഉണ്ടായിരുന്നു അമ്പലത്തില്. എന്താ നീയൊന്നും മിണ്ടാത്തെ? എന്താ മിണ്ടേണ്ടത്? സത്യം സത്യമാവണമെങ്കിൽ അത് ഞാൻ തന്നെ നേരിട്ട് കാണണമെന്നുണ്ടോ? ആകാശേട്ടൻ കണ്ടല്ലോ, അതുപോരെ. ഏട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞ്. ഏട്ടൻ പറഞ്ഞപ്പോ അമ്പലത്തിൽ വെച്ച് നിങ്ങളെയൊക്കെ കയ്യോടെ പിടിക്കാന്ന് കരുതിയാ ഞാൻ തിടുക്കപ്പെട്ട് വന്നത്. അപ്പോഴേക്കും എല്ലാരും സ്ഥലം വിട്ട് കളഞ്ഞു. അത് ശരി, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നല്ലേ ആകാശേ? കൊള്ളാലോ. ഇല്ലമ്മായി, ഞാൻ രാവിലെ തൊഴി പോയപ്പോ വെറുതെ അമ്പലത്തിൽ കയറിയതാ. നീ ചെയ്ത തെറ്റിന് എന്തിനാ എന്റെ മകനോട് കയർക്കുന്നത്? മനീഷ ചിലപ്പോ അവനോട് പറഞ്ഞു കാണും. മനീഷ എന്ത് പറഞ്ഞാലും ആകാശത ചെയ്യും. അവളെ അത്രയ്ക്ക് ഇഷ്ടാ അവന്. ഓ, അപ്പൊ നീയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതല്ലേ? ആണെങ്കിലോ ഒക്കെ ഞാൻ തന്നെയാ പറഞ്ഞ്. അസത്തെ, ജന്മം തന്ന അമ്മയെ നിരീക്ഷിക്കാൻ ചാരനെ വിട്ടിരിക്കുന്നു. നാണമില്ലേടി നിനക്ക്? ജന്മം തന്ന അമ്മ ശത്രുക്കളോട് രഹസ്യം പറയാൻ പോയതിന്റെ അത്ര നാണക്കേടൊന്നും എനിക്കില്ല. ആരാ എന്താന്നറിയാതെ വല്ലതും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് കവിളത്ത് നല്ല ഒരെണ്ണം വാങ്ങിയത് നീയാ. അതിന് ഞാൻ എന്ത് വേണം? ഇങ്ങനാണോ നീ നിന്റെ മകളോട് സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം രാജേട്ടാ? തെറ്റ് ചെയ്താൽ ആർക്കായാലും ശിക്ഷ കിട്ടണം. ശോഭേ, എന്റെ അനിയന്റെ നേർക്ക് തട്ടിക്കരുവാണോ നീ? അതെ, നിങ്ങൾക്ക് അനിയനായിരിക്കും, പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവായത്. അത് നാത്തൂൻ മറക്കല്ലേ. എന്റെ ഭർത്താവിനോട് ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. അതിന് എനിക്ക് നിങ്ങളുടെ വക്കാലത്തൊന്നും വേണ്ട. ദേ, കേട്ടില്ലേ രാജ നിന്റെ ഭാര്യ എന്നോട് കയർക്കുന്നത്? ഞാൻ ഈ വീടിനോടും നിന്നോടും കാണിക്കുന്ന സ്നേഹത്തിന് ഒരു വിലയില്ലേ രാജ? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ശോഭേ, നീ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ മനീഷയെ ആകാശത്തിന് കുറ്റക്കാരാക്കാൻ നോക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേല എതിർ വീട്ടിലെ ആളുകളുമായിട്ട് എന്തെങ്കിലും അടുപ്പ് നീ വെച്ച, നീ ഇപ്പൊ പറഞ്ഞതാ ഈ താലി ഉണ്ടല്ലോ, അത് നീ അങ്ങ് മറന്നേക്കണം. എന്താച്ചാ വല്ലാത്തൊരു വിഷമം. അച്ഛന്റെ മുഖാകെ വല്ലാതിരിക്കുന്നു. പത്മിനിയുടെ പേരിൽ ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ എനിക്കിപ്പോഴും ഒരു താല്പര്യമില്ല മോളെ.
പിന്നെ നിന്റെ നിർബന്ധം കൊണ്ട് ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. എന്താ അച്ഛാ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിപ്പോ ഇത്രയും ദൂരം ഇതിനു വേണ്ടി വന്നിട്ട് ഒക്കെ ഉപേക്ഷിക്കാന്ന് പറയല്ലേ? എന്തായാലും നല്ലതേ സംഭവിക്കുമെന്ന് മനസ്സിലങ്ങ് തീരുമാനിക്കേ. സാർ, ആധാരം തയ്യാറായി. ഇതൊന്ന് വായിച്ചു നോക്ക്. വായിച്ചു നോക്കുമ്പോൾ ആ സരോജം, പിന്നെ വീടൊന്ന് ശ്രദ്ധിച്ചോളണേ, ഞങ്ങൾ അവിടെ ഇല്ല. ആ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. ശരി. ആ നീ ഹാ, അമ്മ വായിച്ചു നോക്കട്ടെ അച്ഛാ. വായിച്ചു നോക്കിയോ? ആ ഇതെല്ലാം ഓക്കെയാ. ആ, നിങ്ങൾ ഇരിക്കും. സമയമാകുമ്പോ വിളിക്കാം. ഓക്കെ. അടുത്തതാരാ? ശിവദാസൻ ആളുടെയാ, പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വിളിക്കും. ഒപ്പിടരുത്, ഒപ്പിടരുത്, ഒപ്പിട്ടാ നീ ചപ്പിലിയാകും, ചപ്പിലിയാകും, നിന്നെ കത്തിക്കും. ഒപ്പിടരുത്. ആ സാറേ, ഓ ആ ശിവദാസിനെ വിളിച്ചോ. ചപ്പിലിയാകാൻ തയ്യാറാങ്കിൽ നീ ഒപ്പിട്ടോ, ഇല്ലെങ്കിൽ വിട്ടോ, ദൂരേക്ക് വിട്ടോ. എന്താ ഇത്? വിട്ടോ, അത് സ്ഥിരമുള്ളതാ. ദൂരേക്ക് നിങ്ങൾ വന്നേ. വിട്ടോ. നിങ്ങൾ വാ, വാ. ചപ്പിലിയാകാൻ തയ്യാറാങ്കിൽ നീ വിട്ടോ. ഒപ്പിടരുത്, ഒപ്പിടരുത്. അവളും അവളുടെ ചെകുത്താനും നിന്നെ കത്തിക്കും. ഒപ്പിടല്ലേ, ഒപ്പിടരുത്. അവളും അവളുടെ ചെകുത്താനും നിന്നെ കത്തിക്കും. നീ ചപ്പിലയാകും. ഒപ്പിടരുത്, 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 ഒപ്പിടരുത്. വായിച്ചു നോക്കിയതല്ലേ ഈ ദാനാദരപത്രം? ആ വായിച്ചതാ സാർ. ശിവദാസൻ വായിച്ചു നോക്കിയതല്ലേ? ആ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളോട് സമ്മതമല്ലേ? അതെ സാർ. എങ്കിൽ ഒപ്പിടണം. കാണിച്ചു കൊടുക്കുക. ഇവിടെ ഒപ്പിടല്ലേ, ഒപ്പിടല്ലേ, ചപ്പിലിയാകും, ചപ്പിലിയാകും. ഒപ്പിടരുത്, ഒപ്പിടല്ലേ, ഒപ്പിടല്ലേ, ഒപ്പിടല്ലേ. ഒപ്പിട്ടാ നീ ചപ്പിലിയാകും, നിന്നെ കത്തിക്കും. ആരെങ്കിലും അയാളൊന്ന് ഒപ്പിട്ടാ നീ പിടിച്ചോണ്ട് പോ. ചപ്പിലിയാകും, നിന്നെ കത്തിക്കും. ഒപ്പിടല്ലേ, 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 ഒപ്പിടല്ലേ. വിടു, 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 വിടുവാ. പറഞ്ഞില്ല. ഒപ്പിടരുത്, നീ ചപ്പിലിയാകും, നിന്നെ കത്തിക്കും.